ശ്രീകുമാർ സാറേ, ആരാണ് ദേശവിരുദ്ധർ എന്നൊരു ചർച്ച സജീവമായി രൂപപ്പെട്ടിരിക്കുകയാണ്. മോഹൻ ഭാഗവതിൻ്റെ സർസംഘചാലകിൻ്റെ ഒരു പരാമർശമാണ് ഇതിന് കാരണമായി തീർന്നിരിക്കുന്നത്. ഇൻഡോറിൽ നടത്തിയൊരു പരാമർശം, അതായത് ആദിവാസികളെ ഘർവാപ്പസി മൂലം തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അവരൊരു ദേശവിരുദ്ധ ശക്തികളായി ആൻറ്റി നാഷണലായിട്ട് മാറുമായിരുന്നു എന്നാണ് പ്രണവ് മുഖർജി പറഞ്ഞത്. പ്രണവ് മുഖർജിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം സംസാരിച്ചിരിക്കുന്നത്. മോഹൻ ഭഗവത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശ്രദ്ധിച്ചു. അദ്ദേഹം പ്രണബ് മുഖർജി രാഷ്ട്രപതിയായി കഴിഞ്ഞതിന് ശേഷം ആദ്യം നടത്തിയ സന്ദർശനത്തിൽ, അദ്ദേഹത്തെ സന്ദർശിച്ച അവസരത്തിൽ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അത് നമ്മുടെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അവർ അതിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനിശ്ചിതമായിട്ടാണ് അവർ വിമർശിക്കുന്നത്. കാരണം ആദിവാസികൾ അടക്കമുള്ളവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയൊക്കെ വർഷങ്ങളായി ചെയ്ത പ്രവർത്തനങ്ങൾ, അവരുടെ ഇടയിൽ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രസ്താവന തികച്ചും അനുചിതമാണെന്നും അത് അങ്ങനെ പറയുമായിരുന്നെങ്കിൽ അത് പ്രണബ് മുഖർജി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അത് പറയണമായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. ഈ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പറയുന്നത്. അതിലും അത് മോഹൻ ഭഗവത് അങ്ങനെ പറയുന്നതിൻ്റെ സാങ്കത്യം നമുക്കറിയാം. എന്തായാലും അത് നമുക്ക് കൃത്യമായിട്ടാണ്. കാരണം RSSൻ്റെ നിലപാട് എന്നും ഈ മതപരിവർത്തനത്തിനെതിരായ ഒരു കൃത്യമായ നിലപാട് RSS സ്വീകരിച്ചിട്ടുണ്ടല്ലോ. RSSൻ്റെ പ്രവർത്തന കാലഘട്ടം മുഴുവൻ. അതേ അവസരത്തിൽ തന്നെ ഈ ആദിവാസികൾ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലും ദളിതരടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ കേരളത്തിലും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലും ഒക്കെ വലിയ തോതിൽ മിഷണറി പ്രവർത്തനം നടത്തുകയും ആ മിഷണറി പ്രവർത്തനത്തിലൂടെ മതം മാറ്റം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ രൂപപ്പെട്ടിട്ടുണ്ട്. അല്ല, നേരത്തെ മുൻകാലങ്ങളിൽ വലിയ രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വരികയും അതിനൊരു ഒരു പ്രധാന പ്രവർത്തന കർമ്മമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഘപരിവാർ. അതെ, ഞാനതാണ് പറഞ്ഞത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഈ പ്രവർത്തന പരിപാടിക്ക് ഈ നമ്മുടെ ക്രിസ്തുമത പ്രചരണം എന്ന് പറയുന്നത് സുവിശേഷം എന്നാണല്ലോ അവർ പറയുന്നത്. സുവിശേഷവൽക്കരണം എന്നാണ് പറയുന്നത്. കാലാകാലങ്ങളിൽ ചിലപ്പോഴൊക്കെ അതാത് കാലങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് എതിർപ്പുകളുണ്ടാകാം, പല വിധത്തിലുള്ള എതിർപ്പുകളുണ്ടാകും. എതിർപ്പുകൾ ഞാൻ ഉദ്ദേശിച്ചത് ഇസ്ലാം ക്രിസ്ത്യൻ സംഘടന എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഷങ്ങളായി നടന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും പൊതുവേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രം ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒരു യോജിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന മേഖലകളും രാജ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടിത രൂപത്തിൽ ഒരു മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് സേവന പ്രവർത്തനങ്ങളടക്കമുള്ള പ്രവർത്തനങ്ങളിലൂടെ മതം മാറ്റം എന്ന് പറയുന്ന ഒരു കാര്യം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഈ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നമ്മളിവിടെ ഈ പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിച്ചാണ് ക്രിസ്ത്യൻ മിഷണറി. നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കൂടം സ്ഥാപിക്കുന്നു, ഒപ്പം പള്ളി സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് പള്ളിയും പള്ളിക്കൂടവും എന്ന് പറയുന്നത് ശരിയാവില്ല. പള്ളിക്കൂടം സ്ഥാപിക്കുന്നു, പള്ളി സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്ത് പിന്നോക്കക്കാരെന്ന് കരുതപ്പെട്ടത്, ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ക്രിസ്തുമതാനുയായികളായി. ചില പ്രദേശങ്ങൾ, ഇപ്പം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടല്ലോ. അല്ല, ഞാൻ ഗൗതം ചോദിച്ച ഒരു കാര്യം കൂടെ പറയാം. അപ്പം അത് അത്തരക്കാരെ തിരിച്ച് ഈ സനാതനധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരിക എന്നത് RSSൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് കാണുകയും അവരത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായി വനവാസി കല്യാൺ എന്ന ഒരു പ്രത്യേക പദ്ധതി തന്നെയുണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യമാണ് മോഹൻ ഭഗവത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. പ്രണബ് മുഖർജിയുമായി ചേർത്ത് വെച്ച് പറഞ്ഞതിലുള്ള ഒരു അസാംഗത്യമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കും പറയാമായിരുന്നില്ലേ? ഈ കാത്തോലിക് മെത്രാൻ സമിതി ഇപ്പൊ എന്തിനാണ് ഇതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇതിൽ ദേശവിരുദ്ധരെ പറ്റിയല്ലേ, ആന്റി നാഷണലിനെ പറ്റിയിട്ടല്ലേ ഈ മോഹൻ ഭാഗവത് പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ കൃത്യമായ ഒരു ധ്വനി ഉണ്ട്. ഇതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് മതപരിവർത്തനം നടത്തുന്നത് ഒരു ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു എന്ന് കൂടി അവർ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനം വേണം എന്നാണോ അവർ? അല്ല, എന്നല്ല, അതൊരു അങ്ങനെ ചെയ്യുന്ന ഒരു ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നും അത്ര ദേശവിരുദ്ധമായ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും അതിനെ പ്രണബ് മുഖർജി അനുകൂലിച്ചിരുന്നു എന്നുള്ള ഒരു ധ്വനി ഈ പറച്ചിലുണ്ട്, ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് മിസ്കോട്ട് ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നാണ്, അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ധ്വനിപ്പിക്കത്തക്ക രീതിയിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുൻ രാഷ്ട്രപതിയുടെ
പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാത്ത ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്തു എന്നാണ് അവരുന്നയിക്കുന്ന ആരോപണം. ഇവിടെ 2-3 കാര്യങ്ങൾ സത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, BJPയെ സംബന്ധിച്ചിടത്തോളം RSSൻ്റെ രാഷ്ട്രീയ മുഖമാണ് BJP എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ BJPയുടെ ഒരു കോറൻ ഒരു പ്രവർത്തന പദ്ധതിയെ കൃത്യമായി സഹായിക്കുന്ന ഒരു വിഭാഗമാണ് RSS എന്ന കാര്യം, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന കാര്യം സംശയമൊന്നുമില്ല. ഇവിടെ പൊതുവെ ഈ ഭരണം ലഭിക്കാൻ വേണ്ടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ RSS അടക്കമുള്ള പരിവാർ സംഘടനകളുടെ കൃത്യമായ പ്രവർത്തനത്തിലൂടെയാണ് BJP അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് എന്നതും വസ്തുതയാണ്. ഇവിടെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത്, RSSൻ്റെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് അതേ അവസരത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്, സാമൂഹ്യ ജീവിതക്രമത്തിൽ അധിഷ്ഠിതമാണ്. അതിലെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന അതിനെയാണല്ലോ നമ്മൾ കർ വാപ്പസി എന്ന് പറയുന്നത്, അതുമാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായി ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയാണ് നമുക്ക് ചിന്ത പോകുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ സഭകളുമായിട്ട് അടുക്കാനുള്ളൊരു ശ്രമം നരേന്ദ്രമോദി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളിയെയും ക്രിസ്ത്യൻ പുരോഹിതരെയും ഒക്കെ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ മാർപ്പാപ്പയെ 2026 ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. വിജയിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം മാർപ്പാപ്പയ്ക്ക് ഇന്ത്യ സന്ദർശനത്തോടെ അതിർത്തിയൊന്നുമില്ല, അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തുമസ് പോലെയുള്ള വിശേഷ അവസരങ്ങളിൽ ക്രിസ്ത്യൻ വീടുകൾ സന്ദർശിച്ച് അവരുമായുള്ള അകലം കുറയ്ക്കണം എന്നൊരു പദ്ധതിയും BJP സംഘടിതമായി നടത്താൻ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ നിലപാടുകളുമായിട്ട്, RSSൻ്റെ പ്രഖ്യാപിത നിലപാടുകളുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളത് ആണ് ഇതിലെ രാഷ്ട്രീയം. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിലെ രാഷ്ട്രീയം. RSSനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ്. BJPക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പലപ്പോഴും പല കാര്യങ്ങളിലും ഒളിഞ്ഞും മറഞ്ഞും തിരിഞ്ഞുമൊക്കെ നിൽക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ RSSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയില്ല. അത് പ്രഖ്യാപിതമായൊരു നയം RSSനുണ്ട്. അതിനകത്ത് വെറുതെ കയറി എന്തെങ്കിലും ഒരു വെള്ളം ചേർക്കാൻ അവർക്ക് കഴിയുകയില്ല. അതാണ് ഫലത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ RSSകാരുടെ ഈ പ്രവൃത്തി, അല്ലെങ്കിൽ RSS നേതൃത്വത്തിൻ്റെ ഈ ചിന്ത, അതെങ്ങനെ BJPയുടെ രാഷ്ട്രീയവുമായി സമരസപ്പെട്ടു പോകും എന്ന് അത് ഒരു ചർച്ചയായി മാറുമെന്നാണ് ഒരു വൈരുദ്ധ്യം അവിടെ സംഭവിക്കുന്നുണ്ട്, വളരെ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്ന് നമുക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സർസംഘ് ചാലക് തന്നെ പുതുവത്സരം അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ നമ്മൾ അനാവശ്യപരമായ രീതിയിൽ അനുകരിക്കാൻ പാടില്ല തുടങ്ങിയ പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഈ പുതുവത്സര ന്യൂ ഇയർ ഡേ എന്ന് പറയുന്നത്, ഈ പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് നമ്മളുടെ കൃത്യമായും ഭാരതീയ ക്രമമനുസരിച്ചുള്ള ഒരു പുതുവത്സരമല്ലെന്നും അതിൻ്റെ പേരിൽ നടക്കുന്ന വലിയ ആഘോഷങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും സദാചാര വിരുദ്ധമായ നിലപാടുകളിലേക്ക് പോകാറുണ്ടെന്നൊക്കെയുള്ള അഭിപ്രായം നേരത്തെ തന്നെ RSSനുണ്ട്. 2 വർഷം മുമ്പ് ഓർഗനൈസർ പോലുള്ള മാഗസീൻ അവരുടെ ഫ്രണ്ട് പേജിലെ തലക്കെട്ട് തന്നെ ക്രിസ്മസ് എ ഡിസാസ്റ്റർസ് ഫെസ്റ്റിവൽ എന്നായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് കണ്ടത് അങ്ങനെയാണ്. ക്രിസ്മസ് പ്രധാനമായും പുതുവത്സരത്തിൽ ഊന്നിക്കൊണ്ട്, ക്രിസ്തുമസ് അടക്കം പുതുവത്സരത്തിൽ ഊന്നിക്കൊണ്ട്, പുതുവത്സരാഘോഷങ്ങളിൽ ഊന്നിക്കൊണ്ട് ക്രിസ്തുമസ് ആഘോഷങ്ങളിലേക്ക് തന്നെയാണ് പോയത്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഗോൾവാൾക്കർ ഗുരുജി അദ്ദേഹത്തിൻ്റെ വിചാരധാരയിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കൃത്യമായ പരാമർശങ്ങളുണ്ടല്ലോ. അദ്ദേഹം ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അതിനൊക്കെ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് എന്നത് വേറൊരു വസ്തുതയാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പക്ഷെ അത് മാറും. കാലഘട്ടത്തിനനുസരിച്ച് മാറും. അതിപ്പോൾ ഏതൊരു സിദ്ധാന്തവും കാലഘട്ടത്തിനനുസരിച്ച് മാറുമല്ലോ. പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എല്ലാ കാലത്തും ആന്റി നാഷണൽ ആയിരിക്കില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ആന്റി നാഷണൽ ആയിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു ധാരയുണ്ടല്ലോ, വൈദേശികമായ ധാരകൾ, ഭാരതീയമായ ധാരകൾ, ഇങ്ങനെ കൃത്യമായിട്ടും RSS പോലെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കൃത്യമായി കാര്യങ്ങളെ വിഭജിച്ച് കണ്ടിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ ഒരു ജാതി, അല്ലെങ്കിൽ കൃത്യമായ ഒരു മതം, അല്ലെങ്കിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെയൊന്നുമല്ല അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. കൃത്യമായ ചില ധാരകളുണ്ട്, വൈദേശിക കമ്മ്യൂണിസം അടക്കമുള്ള ചില വിചാരധാരകളെന്ന് പറയുന്നത്. വിചാരധാര ഗോൾവാൾക്കർജിയുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് വിചാരധാരകളെ പറ്റിയാണ്. ഇത്തരം വിദേശധാരകളിൽ വൈദേശികമായ വിചാരധാരകളെ എതിർക്കുന്ന ഒരു സമീപനവും ഭാരതീയമായ എന്ന് കരുതപ്പെടുന്ന കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണല്ലോ ഈ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ ഈ പ്രവർത്തനമാണ് പ്രശ്നം. വ്യാപകമായ മതം മാറ്റം എന്ന് പറയുന്നത് പിന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇരുവർഗക്കാരിലും ആദിവാസികളിലുമൊക്കെ തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിമുട്ടേറിയ ജീവിതം, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തിയിരുന്നത് അവരുടെ ദാരിദ്ര്യമടക്കമുള്ള അവരുടെ സാമ്പത്തികമായ ഭൗതികമായ ആവശ്യങ്ങളോടുള്ള പരിഗണനയില്ലായ്മ,
അത് ഒക്കെ വളരെ വളരെ പിന്നെ അത് കാലക്രമത്തിൽ കടന്നു വന്ന ഒത്തിരി ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, ഐത്തവണക്കമുള്ള രാമക്ഷേത്ര തീർത്ത് ട്രസ്റ്റ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചെമ്പത്രായി, അദ്ദേഹം VHP നേതാവൊക്കെ, അദ്ദേഹത്തിന് ഒരു പുരസ്കാരം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വേദിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മോഹൻ ഭാഗവത് പറഞ്ഞത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആരുടെയും പ്രാർത്ഥനകൾക്കെതിരല്ല, പക്ഷേ ഫോഴ്സിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സ്വാധീനത്തിലൂടെ മതം മാറ്റാൻ ശ്രമിക്കുന്നതിനെയാണ് എതിർക്കുന്നത് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിനെ തന്നെയാണ് RSS എതിർക്കുന്നത്. ബലമായും പ്രലോഭനങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ പ്രലോഭനങ്ങളാകാം, മറ്റ് പ്രലോഭനങ്ങളോ, ഈ പ്രലോഭനങ്ങളിലൂടെ ആളുകളെ മാറ്റിയെടുക്കുന്ന പ്രക്രിയക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കാത്തലിക് ബിഷപ്പിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ നിസ്സാരമായിട്ട് അവർക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവരുടെ സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇതൊക്കെ കൃത്യമായ അജണ്ടകൾ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ലോകത്ത് ഇത്ര % ആൾക്കാരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന കൃത്യമായ വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തന പദ്ധതി മാർപ്പാപ്പ തന്നെ കൃത്യമായി രൂപപ്പെടുത്തി കഴിഞ്ഞിരുന്നു. 2050 എത്തിച്ചേരേണ്ട രാജ്യങ്ങൾ അല്ലെങ്കിൽ വർക്ക് ചെയ്ത് മാറ്റിയെടുക്കേണ്ട കാര്യം, ഇതിനൊക്കെ കൃത്യമായൊരു പദ്ധതിയുണ്ട്, ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ഒരു തനിമ കാത്തു സൂക്ഷിക്കാൻ RSS പോലെയുള്ള ഒരു പ്രസ്ഥാനം നടത്തുന്ന ശ്രമങ്ങളാണ്. തീർച്ചയായിട്ടും അത് തമ്മിലുള്ള ഒരു സംഘർഷം രൂപപ്പെടും, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രത്തോളം ഇവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നതിനെ RSS എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. എന്തായാലും RSSന്റെ കൃത്യമായ ഇത് 100ാം വർഷമാണ് അവർ. അതെ, ഈ 100ാം വർഷത്തിൽ RSSന്റെ ഈ ശതാബ്ദി വേളയിൽ RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്, അല്ലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള പല കാര്യങ്ങളും, പല നടപടികളും നമുക്ക് പ്രതീക്ഷിക്കാം. അത് എത്രത്തോളം മതന്യൂനപക്ഷം, ക്രിസ്ത്യൻസ് അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെയും ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ BJPയെ ഒക്കെ അലോസരപ്പെടുത്തും എന്നുള്ളത് കത്തിരുന്ന. അതെ, എന്തായാലും ദേശവിരുദ്ധ ശക്തികൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദേശവിരുദ്ധ ശക്തികൾക്ക് എപ്പോഴും സ്ഥാനം പുറത്താണ്, ദേശത്തിന് പുറത്താണ്. അത് ഒരു വസ്തുതയാണ് നമുക്ക്